CSIR നെറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നെന്ന് പരാതി. രണ്ട് വിഷയങ്ങളുടെ ചോദ്യപേപ്പറാണ്. വിൽപ്പനയ്ക്ക് ശ്രമിച്ച 2 പേർ ഹരിയാനയിൽ അറസ്റ്റിലായിട്ടുണ്ട്. 4 ലക്ഷം രൂപയ്ക്ക് ചോദ്യപേപ്പർ നൽകുമെന്നായിരുന്നു വാഗ്ദാനം. കേസിൽ 37 ഉദ്യോഗാർത്ഥികളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. എന്നാൽ ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് അറിയില്ലെന്നാണ് പരീക്ഷാ ഏജൻസിയുടെ പ്രതികരണം. ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ലെന്ന് ഹരിയാന മുഖ്യമന്ത്രിയും BJP കാലത്ത് ചോദ്യപേപ്പർ ചോർച്ച പതിവായെന്ന് കോൺഗ്രസും പ്രതികരിച്ചു. സുമത്, എന്താണ് ഈ ചോദ്യപേപ്പർ ചോർന്നതിനെ കുറിച്ച് ഈ പറയുന്ന പ്രതികരണങ്ങളൊക്കെ വന്നു കഴിഞ്ഞു? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലേ? നെറ്റിന്റെ പരീക്ഷ എന്ന് പറയുന്നത് തന്നെ ഈ കോളേജ് അധ്യാപകരാകാനുള്ള ഒരു മാനദണ്ഡമാണല്ലോ. PhDക്ക് അഡ്മിഷൻ നേടുന്നതിനും ഈ ചോദ്യപേപ്പർ ഈ പരീക്ഷ പാസ്സായാൽ മാത്രമാണ് കഴിയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 18-ാം തീയതിയാണ് സയൻസിന്റെ നെറ്റ് പരീക്ഷ നടന്നത്. പക്ഷേ 17-ാം തീയതി തന്നെ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള ഒരു പരാതിയാണ് ഹരിയാനയിൽ നിന്ന് വരുന്നത്. ഇത് പോലീസ് ഈ പരാതി വ്യാപകമായ തുടർന്നാണ് പരിശോധന ആരംഭിച്ചത്. ഇതിൽ 37 വിദ്യാർത്ഥികൾ സോനിപ്പത്തിലെ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ അവരുടെ മൊബൈലുകളെല്ലാം കേന്ദ്രീകരിച്ചിരുന്നു. അവരവിടെ നിന്ന് ചോദ്യപേപ്പർ ചോർത്തിയെടുത്തു എന്ന് തന്നെയാണ് പോലീസ് സംശയിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 2 പേരെ പിടികൂടിയിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ച ഒരു BJP അധികാരത്തിൽ വന്നതിന് ശേഷം നിരന്തരം നടക്കുന്നു എന്നുള്ളൊരു പരാതിയാണ് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ചോദ്യപേപ്പർ ചോർന്നോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അന്തിമമായി പറയേണ്ടത് NDA ആണ്. പക്ഷെ അവർ മൗനം പാലിക്കും. പരീക്ഷാ ഏജൻസി മൗനം പാലിക്കുകയാണ് ചെയ്തത്.